കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്കുണ്ടായത് ഇംപ്ലാന്റേഷൻ്റെ വേദനയാണ് എന്ന് എങ്ങനെ എളുപ്പത്തിൽ കൺഫേം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം. ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കാറുണ്ട്, ചേച്ചി ഇന്ന വേദന ഈ ദിവസം എനിക്ക് ഉണ്ടാവുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ വേദനയാണോ എനിക്ക് ഉണ്ടായത് എന്നൊന്ന് പറയാമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്ന വേദന നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഏകദേശം എന്നാണോ നിങ്ങളിൽ ഓവുലേഷൻ സംഭവിക്കുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി നമ്മൾ വിടുക, അതിനുശേഷം 6 മുതൽ 12 ദിവസത്തിനകത്തേക്ക് നമ്മളൊന്ന് കൗണ്ട് ചെയ്യുക. എന്നാണോ ഓവുലേഷൻ നടക്കുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത് 14ാമത്തെ ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് വിട്ടിട്ട് 15, 16, 17, 18, 19, 20 20ാമത്തെ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള 6 ദിവസവും കൂടിയായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം. ഇംപ്ലാന്റേഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന അണ്ടവും അതുപോലെ സ്ത്രീ ശരീരത്തിൽ നേരത്തെ തന്നെ എത്തിയിട്ടുള്ള ബീജവും തമ്മിൽ സംയോജിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. ഈ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത് അതിനേക്കാളും ഒരു മണിക്കൂർ മാക്സിമം സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം സംഭവിക്കുന്നത്. എന്നാൽ ഏകദേശം നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ഈ ഒരു ബീജസങ്കലനവും കഴിഞ്ഞിട്ട് 12 ദിവസത്തിനകത്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു സ്ത്രീക്കും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവരികയുള്ളൂ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കണ്ടുവരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണോ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് അതിനുശേഷമാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ HCG ഹോർമോണും പ്രൊഡ്യൂസ് ആവുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവല് നമ്മൾ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ലൂട്ടിയൽ ഫേസിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമെങ്കിൽ കൂടി തന്നെയും അതിന്റെ ലെവല് ഒന്ന് കൂടി വരുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന ആ ഒരു സമയത്താണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണുമാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളുടെയും കാരണം. ഈ 2 ഹോർമോണും നമുക്ക് പ്രൊഡ്യൂസ് ആകുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്തായതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടുവരികയുള്ളൂ. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ കൂടാതെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുണ്ട്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സ്പോട്ടിൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിലായതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിന്റെ ഒന്നുകിൽ ലെഫ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ റൈറ്റ് ഭാഗത്തോ ഒക്കെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതായത് യൂട്രസിന്റെ ലൈനിങ്ങിൽ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് വന്നിട്ട് അറ്റാച്ച് ആവുന്നത്. ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ വയറിന്റെ ഭാഗത്ത് ചില സ്ത്രീകളിൽ വേദന അനുഭവപ്പെടും. വേദന ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ നമ്മൾ കുത്തുന്നത് പോലെയുള്ള വേദനയോ, അതായത് നമ്മളിപ്പോൾ അടിവയറിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുത്തുന്നത് പോലെയുള്ള വേദന, അല്ലെങ്കിൽ കൊളുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ ഇങ്ങനെ ബീറ്റിംഗ് ഇങ്ങനെ വരുന്നത് പോലെയുള്ള വേദന, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബീറ്റിംഗ് വരുന്നത് നമുക്ക് വേദനയായിരിക്കില്ല, പക്ഷെ ആ ഒരു ബീറ്റിംഗ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുക, കൊളുത്തി വലിക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സ്ത്രീക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു റൂട്ട് ഇതൊന്ന് ശരിയാക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ഭാഗത്തെ ടിഷ്യൂസ് ഒക്കെ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് വന്നിട്ട് അവിടെ അറ്റാച്ച് ആകുന്നത്. ഈ ഒരു അറ്റാച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് മൈൽഡ് ആയിട്ടുള്ള വേദനയും നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം. ഒന്നുകിൽ ലെഫ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ റൈറ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് പൊക്കിളിന് നേരെ താഴെയുള്ള ഭാഗത്തോ ഒക്കെ ആയിരിക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള വേദനകളും അനുഭവപ്പെടുകയുള്ളൂ. ഒരു 100-ൽ ഒരു 30 അല്ലെങ്കിൽ 40% സ്ത്രീകൾക്ക് മാത്രമേ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വേദനകൾ അനുഭവപ്പെടുകയുള്ളൂ. ഏകദേശം 6 to 12 ഡേയ്സിനകത്താണ് നിങ്ങൾക്ക് വേദനകൾ അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇംപ്ലാന്റേഷന്റെ വേദനയായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു വേദന ആയിരിക്കില്ല ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്യുന്നത്. അവൾക്ക് ശരിക്കും ഒന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഒട്ടും തന്നെ ഹെവി അല്ലാത്ത രീതിക്കുള്ള ചെറിയൊരു അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്നത്.
ഇത് ചിലപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മുഴുകിയിരിക്കുന്ന സമയത്തോ ഈ ഒരു വേദന വരുന്നത് ചിലപ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നതെങ്കിൽ കൂടി തന്നെ നമ്മൾ ആ ഒരു സമയത്തും ഇത് ചിലപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്ന് വരില്ല. ഇനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇംപ്ലാന്റേഷൻ നടന്നപ്പോൾ തന്നെയുള്ള വേദനകളാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക് പെയിൻ അനുഭവപ്പെടും. നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് പോലെ തന്നെ വയറിന്റെ ഭാഗത്തെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ബാക്കിലും, അതായത് നമ്മുടെ ആ ഒരു ജസ്റ്റ് ആ ഒരു ബാക്കിലുള്ള ആ ഒരു പോർഷനിലും നമുക്ക് ആ നടുവിന്റെ ഭാഗത്തും ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലും നിങ്ങൾക്ക് ആ ഒരു വേദന അനുഭവപ്പെടാം. ജസ്റ്റ് ഒന്ന് അതൊന്നിങ്ങനെ എക്സ്പാൻഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വയർ എന്ന് പറയുന്നത് അത്രയും നാൾ വരെ ഒരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു സൗണ്ടിൽ ഇരിക്കുകയായിരുന്നല്ലോ നമ്മുടെ യൂട്രസ്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു വേദനയും പെയിനും നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കിന്റെ ഭാഗത്തും ഫീൽ ചെയ്യാം, നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തും ഫീൽ ചെയ്യാം. ഇതിനുശേഷം നിങ്ങൾക്ക് മറ്റുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇംപ്ലാന്റേഷനായിട്ടുള്ള ചെറുതായിട്ടുള്ള ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റിൽ നമുക്ക് ചേഞ്ചസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വന്നത് ഇംപ്ലാന്റേഷൻ പെയിൻ തന്നെയാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് ഇംപ്ലാന്റേഷൻ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും പിന്നീട് അങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആണ് എന്നൊരു 80% വരെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിലുള്ള പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള നമ്മൾ പറയുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കുമൊക്കെ ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡേറ്റ് മിസ് ആയതിനു ശേഷം ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഡേറ്റ് മിസ് ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലരിലും തന്നെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാറില്ല. അങ്ങനെ കിട്ടാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ ലെവൽ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് കൂടിയിട്ടുണ്ടാവില്ല. ഒരു 25 ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഫെയിൻഡ് ലൈനോ അല്ലെങ്കിൽ ഡാർക്ക് പോസിറ്റീവ് ലൈനോ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് പീരിയഡ്സ് മിസ് ആവുന്നതിന് മുൻപോ അല്ലെങ്കിൽ മിസ്സായിട്ട് 1-2 ദിവസത്തിന് ശേഷമോ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാവിലത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പ്രഗ്നൻസി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിന്റെ സമയങ്ങളിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് കൊളുത്തി വലിക്കുന്നത് പോലെയോ കുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ള ഒരു വേദന ഉണ്ടാവുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടുക, അല്ലെങ്കിൽ പെൽവിക്കിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ നമ്മുടെ യോനിയുടെ ആ ഒരു സ്കിന്നിന്റെ ഭാഗത്ത്, നമ്മുടെ ഒരു യോനിയുടെ സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗത്ത് നമുക്ക് കുത്തുന്നത് പോലെയുള്ള വേദന ഉണ്ടാവുക. ഇതെല്ലാം ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ലിങ്ക്ഡ് ആണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു എക്സ്പാൻഷൻ അവിടെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന 4 ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ബ്രസ്റ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക, ബ്രസ്റ്റ് എൻലാർജ് ആകുന്നുണ്ടോ എന്ന് നോക്കുക, ബ്രസ്റ്റിൽ ആ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം കറുത്ത കളറിലോട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ക്യൂരിയസ് ആയിട്ടിരിക്കാതെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിനെ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇത് കൂടുതലായിട്ട് ആലോചിച്ച് നമ്മൾ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി, എനിക്ക് ഈ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ലക്ഷണങ്ങൾ വന്നിട്ടും പ്രഗ്നൻസി ആകുമോ അല്ലെങ്കിൽ പീരിയഡ്സ് ആകുമോ എന്നെല്ലാം ആലോചിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിൽ ടെൻഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. ഹാപ്പി ഹോർമോൺസിന് പകരം നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് സ്ട്രെസ് റിലീസ് അല്ലെങ്കിൽ സ്ട്രെസ് ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് അത് കാരണമാവുന്നു. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരം പോകുന്നത് ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ശരീരത്തെ വിടുക. മാക്സിമം ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്തും ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് കൃത്യമായിട്ട് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക കേട്ടോ. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.